ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിന് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനിപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്കും കൂടെ അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞ് നമ്മുടെ സാമിജിയുടെ അടുത്ത് പോയി നിൽക്കുകയാണ് ശ്രുതിയും പൈലിയും ഉണ്ട് കേട്ടോ. അപ്പൊ പൈലീനെ കൊണ്ടുപോയിരിക്കുന്നത് ഇവരുടെ ബോഡി ഗാർഡ് ആയിട്ടാണ്. പക്ഷെ പൈലിക്ക് ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട്. എങ്കിലും നമ്മുടെ സാവുജീനെ കാണാനായിട്ട് പൈലി കൂടെ ചെന്നു. സാവുജി ആണെന്ന് അറിഞ്ഞില്ല. സാവുജീനെ കാണാനായിട്ട് പോയതല്ല. വെള്ള ഷർട്ടും കറുത്ത പാന്റും ഒക്കെ ഇട്ട് നിൽക്കുന്ന ആ ഒരു കത്ത് കൊടുക്കുന്ന ആളുണ്ടല്ലോ, പുള്ളിക്കാരനെ തിരക്കി പോയതാണ്. പക്ഷെ അവിടെ നമ്മുടെ ആ കത്ത് കൊടുക്കുന്നത് നവീൻദാസ് ആണ്. ആ നവീൻദാസ് തന്നെയാണ് അവിടെ സാമിജി ആയിട്ട്. അങ്ങനെ നവീൻദാസ് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഇവർ അങ്ങോട്ടേക്ക് ചെന്നു. സാമിജിയാന്ന് ഓർത്തോണ്ട് അങ്ങോട്ടേക്ക് ചെന്നു. നവീൻദാസ് ആണെ പറഞ്ഞു, ഗുണ്ടികയിൽ പൈസ ഇട്ടോ, ഇവിടെ അന്നദാനം കൊടുക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ നോക്കി ലാസ്റ്റ് കല്യാണി എന്ന് പറയുന്ന ആ ഒരു സീനാണ്. ഈ ശ്രുതി പെട്ടുപോയി നോർത്തോട്ടോ. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു ശ്രുതിക്ക് അറിയത്തില്ല. ശ്രുതി അവിടെ നിന്ന് അങ്ങ് ഉരുക്കി പോകുവാണ്. ശ്രുതിക്ക് മനസ്സിലാകുകയും ചെയ്തു അത് നമ്മുടെ നവീൻദാസ് ആണ് മനസ്സിലായി. അപ്പൊ കല്യാണി എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഒന്ന് നോക്കി, കല്യാണിയോ? അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ നവീൻദാസ്, അതായത് സാമിജി പറഞ്ഞത്, കല്യാണി ദേവി ഇല്ലേ, അങ്ങനെ ഒരു ദേവിയുണ്ട്. ആ ദേവിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കഷ്ടപ്പാടൊക്കെ മാറും, നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകും. അപ്പൊ കല്യാണി ദേവിനെ വിളിച്ചങ്ങ് പ്രാർത്ഥിച്ചോളാന്. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ശ്രുതിക്ക് നേരെ ശ്വാസം വീണത്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ദേവി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ, ഇങ്ങനെ ദേവിയുണ്ട്, എന്തൊക്കെ പേരുണ്ട് ദേവികൾക്ക്, ഇത് വല്ലോ നിങ്ങൾക്ക് അറിയാമോ? അങ്ങനെ ഒരു ദേവിയുണ്ട്. ഏതായാലും നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ മനസ്സുരുകി അങ്ങ് പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ സമയത്ത് തന്നെ നമ്മുടെ സാമിജിയുടെ കയ്യിൽ നിന്നല്ല, ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ പൈലിക്കോ ശ്രുതിക്കോ അങ്ങോട്ട് വേറൊരു കത്തും കൂടെ ആ ഒരു സ്പോട്ടിൽ വെച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ കത്തും കൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ ആ കത്തിലും എഴുതിയിരിക്കുന്നത് കണ്ട് നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോവാണ്. പക്ഷെ ശ്രുതിക്ക് അവിടെ അതായത് ശ്രുതി കണ്ടുപിടിക്കാൻ വന്നവരെ കാണാനും പറ്റിയില്ല. പക്ഷെ അവിടെ നിന്ന് ഒരു കത്തും, പേടിപ്പിക്കുന്ന ഒരു കത്തും കൂടെ കിട്ടി തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഇതിൽ നിന്ന് ശ്രുതിക്ക് മനസ്സിലായത്, ഇനിയിപ്പോ നവീൻദാസിനെ ഒതുക്കിയില്ലെങ്കിൽ ശരിയാവത്തില്ല. നവീൻദാസ് ഒതുങ്ങിയില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കും. കല്യാണി ആരാണെന്ന്, കല്യാണിയുടെ കല്യാണം കഴിഞ്ഞു എന്നും, കല്യാണിക്ക് ഒരു കുട്ടിയുണ്ടെന്നും, ആ കുട്ടിയുടെ പേര് ആദിയാണെന്നും എന്നൊക്കെ വെളി വരുന്ന നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാവും. അപ്പം ഇതുകൊണ്ട് നമ്മുടെ ശ്രുതി എന്ത് ചെയ്യുന്നു, ഇനിയിപ്പോ ശ്രുതിക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ സച്ചിയുടെ വീഡിയോ എടുത്തു കൊടുത്താൽ മാത്രമേ ആന്റണീനെ ഏൽപ്പിച്ച പണി ചെയ്യത്തുള്ളൂ. അപ്പൊ സച്ചിയുടെ വീഡിയോ എത്രയും പെട്ടെന്ന് എടുത്തു കൊടുക്കുക. സച്ചിയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശരത്ത് നമ്മുടെ ചന്ദ്രയുടെ ബാഗ് മോഷ്ടിച്ചോണ്ട് പോയ ആ ഒരു CCTV പതിഞ്ഞ ആ ഒരു കാര്യം സച്ചിയുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ അത് നേരെ നമ്മുടെ ആന്റണിയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ അതിനു വേണ്ടിയുള്ള തത്രപ്പാട് ഇനി എങ്ങനെയെങ്കിലും പെട്ടെന്ന് ചെയ്യുക. അപ്പൊ നമ്മുടെ മീരയായിട്ട് ഒരു ചെറിയൊരു സംഭാഷണം കാണിക്കുന്നുണ്ട്, ഒരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പൊ മീരയോട് പറയുന്നുണ്ട്, എടി മീര, എനിക്ക് അറിയില്ല ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം അവനാണ്, ആ നവീനാണ്, അവനെ ഒതുക്കിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയുമ്പോ, അല്ല നീയല്ലേ പറഞ്ഞത് ആന്റണീനെ കൊണ്ട് ഒതുക്കിക്കാന്ന്, എന്നിട്ട് എന്താ പറ്റിയത്? ആന്റണി ഒതുക്കിയോ? ആ, ആന്റണി ഒതുക്കിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് ഞാനൊരു സഹായം, ഒരു ഹെൽപ്പ് ചെയ്യണം അവന്, എങ്കിൽ മാത്രമേ അവനെ ഒതുക്കത്തുള്ളൂ. ഇപ്പൊ എന്ത് ഹെൽപ്പ്? അതൊക്കെ ഞാൻ വരുന്ന ഇതിൽ ഞാൻ പറയാം. ഏതായാലും ഇപ്പൊ അതെനിക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ശ്രുതി, നീ ഈ നുണ പറഞ്ഞ് കൂട്ടി എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് അറിയാമോ? ഒരു ദിവസം ഈ നുണയെല്ലാം കൂടി ഈ എല്ലാവരും അറിയുന്ന ഒരു ദിവസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ആ വീട്ടിൽ വല്ല സ്ഥാനം ഉണ്ടാകുമോ? നീ ഒന്ന് ഓർത്ത് നോക്ക്. അതിനുവേണ്ടി അല്ലേടി മീര ഞാനിപ്പം ഇത്ര സ്ട്രെയിൻ ചെയ്തിട്ടാണെങ്കിലും ഇപ്പൊ ചെക്കപ്പിനൊക്കെ പോകുന്നത്. അപ്പൊ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ, അവർക്ക് എന്നെ ആ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താനോ ശ്രുതിയുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനോ ഒന്നും പറ്റത്തില്ല. കാരണം അവന്റെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും എന്നെ അകറ്റി വിടത്തില്ല, അതെനിക്ക് ഉറപ്പാ. അപ്പൊ അതുകൊണ്ട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ടല്ലോ. അതിനു മുമ്പ് എന്തെങ്കിലും ഒന്ന് സെറ്റ് ആക്കണം. അതിനു മുമ്പ് അമ്മേനെയും അവനെയും കൊണ്ടുവന്ന് ആദീനെയും കൊണ്ടുവന്ന് സേഫ് ആക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിന്റെ കൂടെയാണ് എനിക്ക് ഈ നവീൻദാസിനെ ഒതുക്കാനുള്ളത്. അവനെനിക്കൊരു തലവേദനയായിട്ട് മാറിയേക്കാന്നൊക്കെ പറയുന്ന ഒരു സീനും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു സീൻ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അങ്ങനെ നമ്മുടെ രേവതി അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ രേവതി അമ്പലത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ നമ്മുടെ ലക്ഷ്മി ഉണ്ട്. അപ്പൊ ലക്ഷ്മിയുടെ അടുത്തേക്ക് പോവാണ്. ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് അവിടെ പെട്ടെന്ന് അവിടുത്തെ പൂജാരി വരികയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ പൂജാരി വരികയും പൂജാരിയുടെ കൂടെ വേറൊരു സ്ത്രീയും കൂടെ വന്നിട്ട് ഇത് ഇവിടെ എല്ലാ പ്രാവശ്യവും അന്നദാനം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സ്ത്രീയുടെ പേരൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്താണ് കേട്ടോ.
അപ്പൊ ആ സ്ത്രീ ഈ പ്രാവശ്യം അന്നദാനം നടത്തുന്നില്ല. കാരണം അവർക്ക് എന്തോ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് ഇപ്പം നമ്മുടെ അമ്പലത്തില്. പക്ഷെ നിങ്ങൾക്ക് നടത്താൻ പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ രേവതിയോട് പറയാണ്, ശാന്തി പറയാണ്. അപ്പോഴത്തേക്ക് ലക്ഷ്മി പറയുന്നുണ്ട് അതൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, കാരണം ഇത്ര പേർക്ക് അന്നദാനം കൊടുക്കാനൊന്നും ഉള്ളൊരു ആ ഒരു ഇതൊന്നും ഞങ്ങൾക്ക് ഇല്ലല്ലോ, അത്ര സമ്പന്നരൊന്നും അല്ലല്ലോ ഞങ്ങളെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രേവതിയുടെ മനസ്സിൽ അത് കയറി പറ്റുന്നുണ്ട്. പക്ഷെ രേവതി അവിടെ വാക്കാൽ പറയുന്നൊന്നുമില്ല. പക്ഷെ രേവതിയുടെ മനസ്സിൽ കയറി പറ്റുന്നുണ്ട്. മാത്രമല്ല ആ സ്ത്രീ പറയുന്നുണ്ട്, രേവതി നിന്നെ വിവാഹം കഴിച്ചു വിട്ട വീട്ടില് ഇച്ചിരി അത്യാവശ്യം പണമൊക്കെ ഉള്ളതല്ലേ, സാമ്പത്തികമൊക്കെ ഉള്ളതല്ലേ, അപ്പം ഈ പൊങ്കാല എങ്ങാണ്ടൊക്കെ നടത്തണം. പൊങ്കാല നടത്തിയിട്ടാണ് അവിടുത്തെ ആ ഒരു നേർച്ച അന്നദാനം ഒക്കെ നടത്തുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ രേവതി ഇത് മനസ്സിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. കാരണം രേവതിക്ക് ഒരു ആഗ്രഹമുണ്ട്, അങ്ങനെ എല്ലാവർക്കും അന്നദാനം കൊടുക്കാന്നൊക്കെ ഒരു ആഗ്രഹം രേവതിക്ക് ഉണ്ട്. അപ്പൊ രേവതി നേരെ ഇത് സച്ചിയോട് പോയി പറയാണ്. അപ്പൊ സച്ചി ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും സച്ചി പറഞ്ഞു അതിനിപ്പോ എന്താ, നമുക്ക് ചെയ്യാലോ എന്ന് പറയുമ്പം അല്ല സച്ചിയേട്ടാ, അതിപ്പോ എല്ലാവരോടും ചോദിക്കാതെ, അത് ശരിയാ നീ പറയുന്ന കാര്യം, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വീട്ടിലെ തലമൂത്ത കാർന്നോരെ നമുക്ക് വശത്തെടുക്കാന്നുള്ള. ഇപ്പൊ എന്ത്, അച്ഛനെയോ? അച്ഛനോട് ചോദിക്കാന്നേ. അച്ഛനോട് പറഞ്ഞാൽ പിന്നെ അച്ഛനെ എല്ലാവരെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്താൽ പോരെ. പിന്നെ പൈസയുടെ കാര്യം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് പൈസ എടുത്താൽ പോരെ. അതൊന്നും എടുക്കേണ്ട സച്ചേട്ടാ, അത് നമ്മൾ വീട് കെട്ടാൻ വേണ്ടി മാറ്റി വെച്ചേക്കുന്ന പൈസയല്ലേ, അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഇവിടെ ആ സംഭവം നടത്താനുള്ള ഒരു അനുവാദം വേണമല്ലോ. അപ്പൊ ഈ ഭജന പോലെ നടത്തുക, അപ്പൊ അങ്ങനെ കുറച്ച് ക്ഷേത്രത്തിന്റെ എന്തോ ആചാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ കാര്യം ചെന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ രവീന്ദ്രൻ വരുന്നത്. പുറത്ത് പോയിട്ട് അങ്ങോട്ട് കയറി വരിക. പുറത്ത് പോയിട്ട് കയറി വരുമ്പോ രേവതി ഒരു ഗ്ലാസ് വെള്ളം എടുക്കാന്ന് പറഞ്ഞാൽ കയറി വരുന്നത്. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു പെട്ടെന്ന് വെള്ളം എടുത്തോണ്ട് പോകാം, നമുക്ക് പറ്റിയ സമയം, ഇപ്പൊ സോപ്പിട്ട് മേടിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് സച്ചി നമ്മുടെ രവീന്ദ്രന്റെ അടുത്തേക്ക് പോകുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ രേവതി വെള്ളം എടുത്തോണ്ട് വന്ന് കൊടുക്കുകയാണ് രവീന്ദ്രന്. രവീന്ദ്രൻ വെള്ളം കുടിക്കുന്നു. അപ്പൊ സച്ചി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് സച്ചിട്ട പറ 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 എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ സച്ചി പറയാടി എന്ന് പറയുന്നുണ്ട്. അപ്പൊ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് അതെ അച്ഛാ, എനിക്കൊരു കാര്യം അച്ഛനോട് പറയാനുണ്ട്. അച്ഛൻ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു അന്നദാനം നടത്തിയാലോ എന്ന് ചോദിച്ചു. അന്നദാനോ? അതെന്തിനാണ് ഇപ്പം? അത് വേറൊന്നുമല്ല, നമുക്ക് അമ്പലത്തിൽ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ അമ്പലത്തിലെ എന്തോ വാർഷികമൊക്കെയാ, പ്രതിഷ്ഠാ വാർഷികമൊക്കെയാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച അന്നദാനവും അതുപോലെ ഭജനയും അതിനോടൊപ്പം പൊങ്കാലയും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമുക്ക് നല്ലതാണല്ലോ, നമ്മുടെ ഇവിടെ വെച്ച് നടത്തിയാൽ കൊള്ളാലോ എന്ന് പറയുമ്പോ, അയ്യോ നിനക്ക് അവിടെ നാടാ ഇത്രയധികം ഒരു ഇത് വന്നത്, ദൈവത്തിനോടൊരു ആരാധന വന്നത്, നീ അമ്പലത്തിൽ പോകാറുണ്ടോ? അതിന് നീ രേവതി നിർബന്ധിച്ചിട്ടില്ല അമ്പലത്തിൽ പോകാറുള്ളൂ. ഇത് എന്റെ ആഗ്രഹമല്ല, ഇത് രേവതിയുടെ ആഗ്രഹം അച്ഛാന്ന് പറയുമ്പോഴത്തേക്കും, ഓ മോളുടെ ആഗ്രഹമാണോ എന്ന് ചോദിച്ചപ്പം അതെ അച്ഛാ, എനിക്കിങ്ങനെ പണ്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അതിനുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ ഇത്ര പേരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുക, അതുപോലെ ഇങ്ങനെ പൂജ നടത്തുക, അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം ഒന്നും ഞങ്ങളുടെ വീട്ടിൽ പറ്റത്തില്ലല്ലോ, പ്രത്യേകിച്ച് വാടക വീടാണ്, സ്ഥലമൊന്നുമില്ല, അപ്പം ഇവിടെ നടത്തിയാൽ കൊള്ളാന്ന് പറഞ്ഞപ്പോ അതിനിപ്പോ എന്താ, നടത്താലോ, പക്ഷെ നമുക്ക് ചന്ദ്രയോടും കൂടെ ചോദിക്കണമല്ലോ, അവൾ അടഞ്ഞു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെ തീർന്നില്ലേ, അപ്പൊ നമുക്ക് ചന്ദ്രയോടും കൂടെ ചോദിക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രൻ കയറി വരികയാണ് കേട്ടോ. അപ്പൊ ചന്ദ്ര കയറി വന്നു, അതിന്റെ പുറകെ നമ്മുടെ ശ്രുതിയും കയറി വരുന്നുണ്ട്. അപ്പൊ ചന്ദ്രൻ കയറി വന്ന ഉടനെ ശ്രുതിയും പുറകെ വന്നു. ചന്ദ്രയോട് ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ചന്ദ്ര പിന്നെ ഇവളെന്താ വിചാരിച്ചത്, ഞങ്ങളുടെ പണം കണ്ടിട്ട് നീ എന്താ പൂജ നടത്തി ഇപ്പൊ എല്ലാവർക്കും കൂടെ ഭക്ഷണം കൊടുക്കാന്ന് വിചാരിച്ചെങ്കിൽ അത് നടക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര തർക്കം അവിടെ കിടന്ന്. ഈ തർക്കിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ല എന്റെ പൊന്നു ചന്ദ്രൻ, നീ ഒരു കാര്യം ഓർക്കും, നിനക്ക് നന്നായിട്ട് പാട്ട് പാടാൻ അറിയത്തില്ലേ? അപ്പം പാട്ട് പാടണമെങ്കിൽ ഇനി വേറെ ആളെ ഒന്നും വിളിക്കേണ്ട കാര്യമില്ലല്ലോ, നിനക്ക് പാട്ട് പാടാലോ എന്നും. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അങ്ങ് പൊങ്ങി കേട്ടോ. പാട്ട് പാടാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ, പാഴാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ചന്ദ്ര പറഞ്ഞു ഓക്കെ, എന്നാ പിന്നെ ഓക്കെ, പാട്ട് പാടാൻ ഞാനിവിടെ ഉള്ളപ്പം പിന്നെ പുറത്തുനിന്ന് ഒരാളെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്നാ പിന്നെ നമുക്ക് സെറ്റ് ആക്കാമെന്ന് ചന്ദ്രയും പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇത് നടക്കാം കേട്ടോ. പക്ഷെ ഇത് കൺഫേം അല്ല, നമുക്ക് തമിഴ് വേഷനിൽ ഇത് ഇങ്ങനെ ഒരു സീനുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ഇതുവരെ ഇത് കിട്ടിയിട്ടില്ല നമ്മുടെ മലയാളത്തിൽ, അതുകൊണ്ട് കൺഫേം അല്ല കേട്ടോ. നമുക്ക് നാളെ ഈ ഒരു എപ്പിസോഡിൽ ഇത് ഉൾക്കൊള്ളിക്കുവോ എന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും നമ്മൾ ആ ഒരു തമിഴ് വേഷൻ വെച്ചാണ് വൈകിട്ട് നമ്മൾ കഥ പറഞ്ഞു പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഈ കഥ. ഇനിയിപ്പോ നമ്മൾ നാളെ ഫുൾ വിശേഷം ഇടുമ്പോൾ കറക്റ്റ് ആയിട്ട് അറിയാം. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇതിനിടയ്ക്ക് നമ്മുടെ ചന്ദ്ര ഭാമയോട് ഈ കാര്യങ്ങളൊക്കെ ചെന്ന് പറയുന്നുണ്ട്. ഭാമയെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന ആളല്ലോ. ഭാമ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും അതിനിപ്പോ എന്താ, 10 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോ അതൊക്കെ നല്ല കാര്യമാ, എങ്കിലും നീ എന്തിനാ ചന്ദ്ര വിഷമിക്കുന്നത്? രേവതി ഇല്ല അവിടെ പണിയൊക്കെ ചെയ്യാനായിട്ട്, അവളെല്ലാം ചെയ്യത്തില്ലേ, പിന്നെ നല്ല കാര്യമല്ലേ,
അത് മാത്രമല്ല നാട്ടിലെ പേരും പെരുമയൊക്കെ എടുക്കാൻ ഇതിനപ്പുറം വേറെ വല്ലതും വേണോന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്ര അത് ശരിയാ, പിന്നെ പാട്ട് പാടാൻ ഞാൻ ഉണ്ടല്ലോ എന്ന ആ ഒരു ഇതിങ്ങനെ മനസ്സ് കയറിയോണ്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കാട്ടോ പുള്ളിക്കാരി. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് കുറെ കുട്ടികളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഡാൻസ് പഠിപ്പിക്കുകയാണല്ലോ ചന്ദ്ര. അപ്പം ഡാൻസ് പഠിപ്പിക്കുന്നിടത്ത് കുറെ കുട്ടികളെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചന്ദ്രയ്ക്ക്. അപ്പൊ ചന്ദ്ര ഇങ്ങനെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം അവിടെ വന്നിരിക്കുന്നത് ഒരു 18, 19, 20, 21 ആ ഒരു ഏജിലുള്ള പിള്ളേരാണ്. അത് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ രേവതി ഒരു ദിവസം ഫുഡായിട്ട് അങ്ങോട്ടേക്ക് വരിക. അപ്പൊ ഇതൊക്കെ നമ്മുടെ തമിഴ് വേഷനിലുള്ളതാണ് കേട്ടോ. അപ്പൊ നാളെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് അറിയില്ലേ. അപ്പം ഫുഡൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും രേവതി അവിടെ ഒരു ചെറുക്കനും ഒരു പെണ്ണും നിന്ന് അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഉമ്മ വെക്കാൻ തുടങ്ങുന്ന ഒരു ഭാഗം കാണുന്നുണ്ടേ. അതായത് അവര് എന്തോ പ്രേമത്തിലൊക്കെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഡാൻസ് പഠിക്കാൻ വന്നവർ ഡാൻസ് പഠിച്ചിട്ട് പോകണമല്ലോ. അപ്പൊ അവിടെ അത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രേവതി അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. രേവതി ചോദ്യം ചെയ്ത് വലിയ പ്രശ്നമാക്കി മാറ്റുകയാണ് ആ പെണ്ണും ചെറുക്കനും കൂടെ. ഞങ്ങൾ ശൃംഗാരം എന്ന് പറയുന്ന ആ ഒരു മുദ്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശൃംഗാരത്തിന് പിന്നെ ശൃംഗരിക്കുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ പിന്നെ എന്നാ ചെയ്യേണ്ടത്, അല്ലാതെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ആ ചെറുക്കനും പെണ്ണും കൂടി നമ്മുടെ രേവതിയോട് തട്ടിക്കേറുകയും ചന്ദ്ര വരികയും, ചന്ദ്രൻ നിനക്ക് വേറൊരു പണിയുമില്ലേ രേവതി, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, നിനക്ക് എന്തറിയാം ഡാൻസിനെ കുറിച്ച്, നിനക്ക് കുറെ പൂജവനോട് നടക്കാനല്ലേ അറിയത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ചന്ദ്രയും. അപ്പം ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ ആയിരിക്കും നാളെ കാണിക്കുന്നത്. അപ്പൊ നാളത്തെ കാര്യം എനിക്കിത് കൺഫേം അല്ല, നമ്മുടെ തമിഴ് വേഷൻ ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുകയാണ്. ഏതായാലും കൺഫേം ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ രാവിലെ ഫുൾ വിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തും കേട്ടോ. രാവിലെ ഒരു 8 മണിയോടൊക്കെ കൂടി ഫുൾ വിശേഷം നമ്മൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. വിത്ത് ഡയലോഗ് സഹിതം നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.